ആത്മാവിനു ജീവൻ നൽകിയിടും കാരണം നീയല്ലോ യേശുവേ. യേശു ഉദ്ധാനം ചെയ്തതിനു ശേഷം വളരെ സെലക്റ്റീവ് ഗ്രൂപ്പിനാണ് എപ്പോഴും പ്രത്യക്ഷപ്പെട്ടത്. ആദ്യം മഗ്ദല മറിയത്തിന്, പിന്നീട് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്, ഏറ്റവും ഒടുവിലായിട്ട് 11 ശിഷ്യന്മാർക്ക് ഒരുമിച്ച്. ഇങ്ങനെ പല സമയങ്ങളിൽ പല സാഹചര്യങ്ങളാണ് യേശു ഓരോ ഗ്രൂപ്പിനെയും യേശു കണ്ടത്. എന്തിനായിരിക്കും യേശു അങ്ങനെ കണ്ടത്? യേശുവിന് ഒരുമിച്ചങ്ങ് എല്ലാവരെയും കണ്ടാൽ പോരെ? ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ആദ്യം മഗ്ദല മറിയം പോയി എല്ലാവരും പറഞ്ഞു, യേശു ഉയർത്തെഴുന്നേറ്റു. വചനം ഉടനെ തന്നെ പറയുന്നത് അവർ വിശ്വസിച്ചില്ല. അതിനുശേഷം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞു, അതും പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. എല്ലാവരോടും പോയി പറഞ്ഞു. പിന്നീട് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവർ വിശ്വസിച്ചു. ബന്ധങ്ങളിൽ കാട്ടേണ്ട ചില ക്രൈറ്റീരിയ യേശുവിടെ കൃത്യമായിട്ട് പറയുമെന്ന് തോന്നുന്നില്ലേ? ഒരു പ്രയോറിറ്റി യേശു സെറ്റ് ചെയ്യുന്നുണ്ട്. ആരെ ആദ്യം കാണണം, എങ്ങനെ അവരോട് സംസാരിക്കണം, എന്ത് സംസാരിക്കണം, വളരെ കൃത്യമാണ്. മഗ്ദല മറിയത്തെ കണ്ടപ്പോൾ കരയേണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അവളെ കുറച്ചും കൂടി ഒരു റിലേഷൻഷിപ്പ് ബേസിൽ സംസാരിച്ചു. 2 എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കണ്ടപ്പോൾ ഒരു യൂക്കറിസ്റ്റിക് എൻകൗണ്ടർ ആയിരുന്നു. ഒരു കൂദാശയുടെ പുതിയ പാഠങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ ഒരു കൗദാശികപരമായ ഒരു ബന്ധമാണ് ക്രിസ്തു പുലർത്തിയത്. 11 പേർ ഒരുമിച്ച് കണ്ടപ്പോൾ യേശു പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. ഒരു മിനിസ്ട്രി ലെവലിലാണ് യേശു സംസാരിച്ചത്. യേശുവിൻ്റെ ഓഡിയൻസ് വ്യത്യസ്തരായിരുന്നു. ആ വ്യത്യസ്തരായ ഓഡിയൻസിനോട് യേശു പറയാൻ ആഗ്രഹിച്ചത് വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു. എങ്ങനെയാണോ യേശു അവരോട് ഇടപഴകിയത്, അതേ കണക്ക് യേശു അവരോട് ഇടപഴകി. അതാണ് യേശുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ പ്രത്യേകത. ഉദ്ധിതനായ ക്രിസ്തു ഓരോ മനുഷ്യരോടും പെരുമാറിയത് വ്യത്യസ്തമായ രീതിയിലാണ്, വ്യത്യസ്തമായ തലത്തിലാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ദൈവം അങ്ങനെയാണ്. നമ്മൾ ഏത് രീതിയിലാണോ ക്രിസ്തുവുമായി ബന്ധം പുലർത്തുന്നത്, അതേ കണക്ക് ദൈവം നമ്മളോട് സംസാരിക്കും. ചിലപ്പോൾ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും, ചിലപ്പോൾ ഒരു മിനിസ്ട്രി ലെവലായിരിക്കും, ചിലപ്പോൾ കുറച്ചും കൂടി ഒഫീഷ്യലായിരിക്കും, ചിലപ്പോൾ കുറച്ചും കൂടി ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കും. കർത്താവിന് ഓരോരുത്തർക്കും എങ്ങനെ ഇടപെടണമെന്ന് വളരെ കൃത്യമായിട്ടറിയാം. പക്ഷേ ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നമ്മളാണ്. നമ്മൾ എന്ത് ഇനിഷ്യേറ്റീവിലാണ് ക്രിസ്തുവിനോട് ഇടപെടുന്നത്, അതേ ഇനിഷ്യേറ്റീവോടുകൂടി ക്രിസ്തു നമ്മളോട് ഇടപെടും. നമുക്ക് വേണ്ടി കാത്തിരിക്കും. നമ്മളുടെ പിന്നാലെ വന്ന് അവൻ നമ്മളോട് സംസാരിക്കും. പ്രിയമുള്ളവരെ, ക്രിസ്തു എല്ലാ കാലത്തും ഈ ഭൂമിയോട് പറയാൻ ആഗ്രഹിച്ചത് അവനോട് മനുഷ്യരെങ്ങനെ സംസാരിച്ചു എന്നതിനെ ആശ്രയിച്ചാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏത് വിധത്തിലുള്ള ബന്ധമാണ് ദൈവത്തോട് നമുക്ക്? വളരെ പെരിഫറലായിട്ട് റിലേഷൻഷിപ്പാണോ നമ്മളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതോ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ നമുക്കും ക്രിസ്തുവുമായി തമ്മിലുണ്ടോ? ആവശ്യങ്ങളോട് നാം പ്രതികരിക്കുന്ന രീതിയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരാവശ്യം, ഒരു ബാധ്യത എന്നത്തെ ഗോസ്പൽ നമുക്ക് നൽകുന്നുണ്ട്. ഉദ്ധിതനായ ക്രിസ്തു എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടില്ല. പ്രത്യക്ഷപ്പെട്ടവർക്കൊക്കെ ഉണ്ടായത് വലിയൊരു അനുഭവങ്ങളുടെ കഥയാണ്. ഇന്ന് നമുക്കും വേണ്ടത് ഒരു ഗോഡ് എക്സ്പീരിയൻസ് ആണ്, ഒരു ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ഗോഡ് എക്സ്പീരിയൻസ്. ആ ഒരു ഗോഡ് എക്സ്പീരിയൻസിന് മാത്രമേ ഇനി നമ്മെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കൺമുൻപിൽ എൻ്റെ കർത്താവ് കുർബാനയായി മാറുമ്പോ മഞ്ഞിൻ കണം പോലെ അകതാരിലലിയും തിരുവോസ്തിരൂപത്തിലാ അലിയും സ്നേഹമേ, എന്നെ അറിയും ദൈവമേ, ഒരു നാളും പിരിയാത്ത സ്നേഹിതനായി നീ ഹൃദയത്തിൽ വാഴണമേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു ഞങ്ങൾ. നീതി സൂര്യനായി കൺമുൻപിൽ തെളിയും ദിവ്യകാരുണ്യമേ. കൺമുൻപിൽ എൻ്റെ കർത്താവ് കുർബാനയായി മാറുമ്പോ ആരാധന ആരാധന ആത്മാവിലാരാധന.
യേശുവേ ഹൃദയത്തിൻ ദാഹം തീർക്കുന്ന ജീവജലം നീയല്ലോ യേശുവേ ആണിപ്പാടുള്ളൊരു കരങ്ങളാലേ ആശീർവദിച്ചിടു ഈ ജീവിതം തിരുമുൻപിലെരിയും തിരുനാളമെന്ന പോലെന്നെ നിന്റേതാക്കൂ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു ഞങ്ങൾ നീതി സൂര്യനായി കൺമുൻപിൽ തെളിയും ദിവ്യകാരുണ്യമേ കൺമുൻപിൽ എൻ്റെ കർത്താവ് കുർബാനയായി മാറുമ്പോൾ ആരാധന ആരാധന ആത്മാവിൽ ആരാധന കാർമികൻ കയ്യിൽ മുറിയുന്നോരപ്പമായി മാറിയിടും യേശുവേ ഈ മൺകുടീരത്തിൽ പുതുജീവനേകിടാൻ വന്നിടും യേശുവേ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ കൽപ്പിച്ചെന്ന് നീ പകുത്തേകിയ തിരുശരീരം ഇന്നിതായിവിടെ ഈ കർത്തൃമേശമേ പരികർമ്മം ചെയ്യുന്നിതാ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു ഞങ്ങൾ നീതി സൂര്യനായി കൺമുൻപിൽ തെളിയും ദിവ്യകാരുണ്യമേ കൺമുൻപിൽ എൻ്റെ കർത്താവ് കുർബാനയായി മാറുമ്പോൾ ആരാധന